ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങളും 16 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങളുമാണ് ഇന്ന് സഭാമാതാവ് നമുക്ക് ധ്യാനത്തിനായി നൽകിയിരിക്കുന്ന വിഷയം. ഇന്ന് ആഗോള കത്തോലിക്കാ തിരുസഭ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മണ്ണിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മറ്റൊരു നോമ്പ് കാലത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുമ്പോൾ, പഴയ നിയമ ചരിത്രത്തിൽ കുശവന്റെ കൈകളിലെ കളിമണ്ണിലേക്ക് മടങ്ങാനുള്ള ഈ ക്ഷണം സ്വന്തം അകത്തിലേക്ക് തന്നെയാണെന്ന ഓർമ്മപ്പെടുത്തൽ ഈ കാലത്തിൻ്റെയും അനിവാര്യതയാണെന്ന് തോന്നുന്നു. പതിവ് ശൈലിയിൽ ഈ നോമ്പുകാലം ഒരു നേരം പോക്കാകരുതേ ദൈവമേ എന്ന പ്രാർത്ഥനകൾ നിറയേണ്ടതുണ്ട്. കുരിശു ചുമക്കാൻ മടിക്കുന്നവരുടെ കുരിശിൻ്റെ വഴികളും മെലിഞ്ഞുണങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ ഡയറ്റ് പ്ലാനുകളും കണ്ട് ദൈവം പോലും പൊട്ടിച്ചിരിക്കുന്നുണ്ടാകും. പുറംമോടിയിൽ പൂപ്പലടിച്ചിരിക്കുന്ന ആത്മീയതയും അകംമോടിയിൽ അട്ടഹസിക്കുന്ന ക്രൂരതകളും ഉടച്ചു വാർക്കേണ്ടതില്ലേ? എൻ്റെ നാട്യത്തിനും അപരൻ്റെ നാട്യത്തിനും അവിടുന്ന് വിധികർത്താവായ പോലെ കപടനാട്യക്കാരെന്ന് പലയാവർത്തി ഇന്നത്തെ സുവിശേഷത്തിൽ ആവർത്തിക്കുമ്പോൾ ഉള്ള് പൊള്ളുന്നുണ്ട്. പതിവ് നോമ്പുകാലം പോലെ ഈ കാലം കടന്നുപോയാൽ അതത്ര ഉചിതമാകില്ല. അതികഠിനമായ വാക്കുകളിലൂടെ ശാസിക്കുന്ന ഒരപ്പൻ്റെ സ്വരം ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടെത്താനാകുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കരുത്, ഭിക്ഷ കൊടുക്കുമ്പോൾ കാഹളം മുഴക്കരുത്, വലതു കൈ ചെയ്യുന്നത് ഇടത്തു കൈ അറിയരുത്, ഉപവാസങ്ങൾ ഊരിന് വേണ്ടി ആകരുത്. ഇങ്ങനെ കണിശതകൾ നിറയുമ്പോൾ പിന്നെ ഏത് കൈകൊണ്ട് ആ വീടിൻ്റെ താക്കോൽ ദാന കർമ്മം നിർവഹിക്കുമെന്ന് ആദി പിടിച്ചിട്ട് എന്ത് കാര്യം? എല്ലാ നന്മപ്രവർത്തികളിലും ഒരു മൗനം അനിവാര്യമാണെന്ന് സാരം. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ധൂർത്തപുത്രനെക്കുറിച്ച് സുവിശേഷം സാക്ഷ്യം നൽകുന്നത് അവന് സുബോധമുണ്ടായി എന്നാണ്. അവിടെ നിന്ന് അയാൾ കണ്ടെത്തുന്നു, ജീവിച്ചിരിക്കുന്ന ഇടവും ജീവിച്ചിരിക്കേണ്ട ഇടവും തമ്മിൽ ഒരന്തരമുണ്ട്. അവിടെ നിന്ന് അയാൾ മടക്കയാത്ര ആരംഭിക്കുകയാണ്. കാത്തു നിൽക്കുന്ന പിതാവിലേക്കുള്ള ഒരു മടക്കയാത്ര. ഈ നോമ്പുകാലം ഒരു മടക്കയാത്രയുടെ നോമ്പുകാലമാകട്ടെ. പുറത്തിൽ നിന്ന് അകത്തിലേക്കുള്ള മടക്കയാത്ര, വാക്കുകളിൽ നിന്ന് കേൾവിയിലേക്കുള്ള മടക്കയാത്ര, വാഗ്വാദങ്ങളിൽ നിന്ന് നിശബ്ദതയിലേക്കുള്ള മടക്കയാത്ര, അമിത ഭക്ഷണത്തിൽ നിന്ന് മിതഭക്ഷണത്തിലേക്കുള്ള മടക്കയാത്ര, ലഹരി ജീവിതത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള മടക്കയാത്ര, ആഘോഷങ്ങളിൽ നിന്ന് ഏകാന്തതയിലേക്കുള്ള മടക്കയാത്ര, ഉടലിൽ നിന്ന് ഉടയോനിലേക്കുള്ള ഒരു മടക്കയാത്ര. അങ്ങനെ ആഴവും ആത്മീയതയും നിറഞ്ഞ ഒരു നോമ്പുകാലത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം. ഒരിക്കൽ അരങ്ങ് തകർക്കുന്ന നാട്യങ്ങൾ കണ്ട് വിധികർത്താവ് ആകെ പരിഭ്രമത്തിലാകുന്നു. ആർക്കൊന്നാം സ്ഥാനം കൊടുക്കുമെന്ന് ആശങ്കാകുലനായി ഭയപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ അയാൾ സകല ആശങ്കകളും ഒളിച്ചുവെച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: ആർക്കും ഒന്നാം സ്ഥാനമില്ല, എന്തെന്നാൽ ആരും എൻ്റെ അത്ര പോരാ. ആമേൻ.